ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലേക്ക് സാക്കിർ എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടോ. മരുഭൂമിയുടെ നടുക്കൊരു ലേക്ക്. എന്ത് ഭംഗിയാ! ആകെ ഇവിടെ ഒരു ലേക്കേ ഉള്ളൂ, അത് സാക്കിർ ലേക്കാണ്. ലേക്ക് സാക്കിർ. നടുക്കൊരു ഐലൻഡ് പോലെയുണ്ട്. അത് അവിടെയാണ് ഈ ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെ സൈഡിൽ കുറേ ഉണ്ട്. കുറച്ച് നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ലേക്ക്. നിറച്ച് മീനുകളും താറാവും പക്ഷികളും ഒക്കെയുള്ള ഒരു ലേക്ക്. ഞങ്ങൾ ചെന്നപ്പോഴേ 6 മണി കഴിഞ്ഞു. അതവിടെ ഈ ഒരു വെട്ടം നല്ലതായിട്ട് ലൈറ്റ് പോയിട്ടുണ്ട്. നമുക്ക് വേറൊരു ദിവസം നല്ല വെട്ടമുള്ള സമയത്ത് ഒരു വീഡിയോ എടുക്കാം. താമസിച്ചു പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും. പക്ഷേ ഒരു ഭംഗി കണ്ടപ്പോഴത്തേക്കും എടുത്തതാണ്. കണ്ടോ, ആകെ ഇവിടെ 4 താറാവിനെ നമ്മൾ കണ്ടുള്ളൂ. അതിങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡുകളിലും ഒക്കെ ഇങ്ങനെ ഓടി വരും നമ്മുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും. ഈ ലേക്ക് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ലേക്കാണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ലേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ നാച്ചുറലായിട്ട് ലേക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ലേക്ക് ഉണ്ടാക്കിയേക്കുക. നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റുമാണ്. വേസ്റ്റ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഈ സൈഡിലൊന്നും ക്ലീനാക്കി കിടക്കുന്ന ഒരു ലേക്കാണ്. നല്ല വെള്ളമുണ്ട്. പിന്നെ ചെറിയ കാറ്റുള്ളത് കൊണ്ട് ഇങ്ങനെ ഓളം അടിക്കുന്നുണ്ട് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ. സാക്കിറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലീൻ്റെ ജബൽ ഫീത്ത് മലയാണ് സൈഡിൽ കാണുന്നത്. പിന്നെ കണ്ടോ, സൈഡ് ഫുള്ളും മരുഭൂമികളാണ്. ആ മരുഭൂമിയുടെ സെൻറ്ററിലായിട്ട് വരുന്നതാണ് ഈ ലേക്ക്. ട്രക്ക് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കണ്ടോ, സൈഡിലൊക്കെ ഡേഞ്ചറാണ്. ആഴമുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇപ്പം കുട്ടിയെ അവിടുന്ന് മാറ്റിയതാണ്. സൈഡിലൊക്കെ ഫിഷുകളൊക്കെ തിരിയുണ്ട്. നിറച്ച് മീനുകളും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു ലേക്കാണത്. പിന്നെ കണ്ടോ, നേരം ഒരുപാടായതുകൊണ്ട് ലൈറ്റ് തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തിയേക്കാണ്. എന്നാലും ആ ഒരു ആകാശത്തിൻ്റെ ആ ഒരു വട്ടത്തിലാണ് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു നല്ല ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഒരു ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വന്ന് അവിടെ ചില്ലി എന്നും പറഞ്ഞ് മലയാളി റെസ്റ്റോറൻറ്റാണ്. നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ് അവിടുത്തെ. കുറേ അറബികളും ഒക്കെ ഒരുപാട് വരാറുണ്ട് അവിടെ. അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. ഇവിടെയും ഒരുപാട് നമ്മൾ സ്നാക്സും ഉഴുന്നുവടിയും ഏത്തയ്ക്കാപ്പവും ഒക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടുത്തെ. അറബികളും എല്ലാവരും കൂടുതൽ വരാറുണ്ട് ഈ ഷോപ്പിലേക്ക്. നല്ല തിരക്കുണ്ട്. അത് കാരണം അപ്പം അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് റെഡിയാക്കുവാണ്. ഇവിടുത്തെ എനിക്ക് ഷവർമയെക്കാട്ടി ഇഷ്ടം പൊറോട്ടയുടെ സാൻഡ്വിച്ചാണ്. നമ്മുടെ അവിടെ അങ്ങനെ കിട്ടാത്തൊരു സംഭവമാണ് അത്, പൊറോട്ട സാൻഡ്വിച്ച്. നല്ല ഒരു വെറൈറ്റി സംഭവമാണ്. അതെല്ലാവരും കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്.
പിന്നെ നല്ല തിരക്കുള്ളത് കാരണം കുറേശ്ശെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഫുഡ് കിട്ടിയത് താമസിച്ചാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് സാധാരണ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.